ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുകമറയുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരം നവ കേരള സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഈ സ്വീകരണ പരിപാടി കാണിക്കുന്നത് ഇതിനെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്ന നിലയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യ മാധ്യമങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും കോൺഗ്രസ് കാണിക്കുന്ന, യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ KSUക്കാരും കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ ജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം, എല്ലാ മാധ്യമങ്ങൾക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞത് ഇതൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണെന്നാണ്. പോലീസിന് നേരെയുള്ള കടന്നാക്രമം ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് യൂത്ത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നു എന്നാണ് ചില പത്രങ്ങൾ പറഞ്ഞത്. ആ പത്രം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ജനാധിപത്യ ബോധം എത്രത്തോളം അപക്വമാണെന്ന് മാത്രമേ ഞാനിപ്പോഴിതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചു. പത്രത്തിൻ്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പേര് പറയുന്നില്ല. ഏതായാലും അവരുടെ ഈ അപക്വമായ രീതി സത്യം പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് കേരളമാണെന്നാണ്. ആ കേരളത്തിൽ ഇതുപോലെ കൃത്രിമമായ രീതിയിൽ തർക്കമാണ്, പ്രശ്നമാണ്, അടിയാണ് എന്ന് വരുത്താൻ പോലീസിനെ അതിക്രമിക്കുക, അവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. കലാപമാണ്, സമരമൊന്നുമല്ല. കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അത് കേരളത്തിൽ നല്ലതുപോലെ ജനങ്ങൾ തിരിച്ചറിയും, ഗവൺമെൻറ് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ കോൺഗ്രസ് ഈ അക്രമം വ്യാപകമാക്കി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരമ്പര, അതായത് അക്രമത്തിലൂടെയാണ് ഈ കേരളം മുന്നേറുന്നത് എന്ന കാര്യം, അങ്ങനെയുള്ളൊരു പ്രചരണം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് മാത്രമല്ല, BJPയും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്നിട്ടാണ്. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ UDFും BJPയും നടത്തുന്ന പരിശ്രമങ്ങൾ കേരളം ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അവ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി, അത് വെച്ച് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ട് വിഭാഗവും, UDFും അതുപോലെ തന്നെ BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന കാഴ്ചപ്പാട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തന രീതികളാണ് കേരളത്തിൽ ഈ രണ്ട് വിഭാഗവും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ടിലേക്കാണ് ഇവർ നീങ്ങി വരുന്നത് എന്ന് പ്രത്യേക വിശദീകരണമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത് എന്ന അവകാശവാദം വരെ ഉന്നയിക്കാൻ സെക്യുലർ ഇന്ത്യയുടെ എതിർപ്പ് ഏറ്റുവാങ്ങി ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നവരാണ് BJPയും കോൺഗ്രസും. ഞങ്ങളാണ് തുടക്കമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ. BJPക്കെതിരായ ഐക്യമുന്നണിക്ക് തയ്യാറായിരുന്നിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതിരുന്ന കോൺഗ്രസിൻ്റെ ദുർബലത നാം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോഴെടുക്കേണ്ടുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും BJP വിരുദ്ധ രാഷ്ട്രീയത്തെയും ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് കേരളത്തിൽ പ്രത്യേകമായിട്ടും പൊതുവെ ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സർവകലാശാലയുടെ ചാൻസലർമാരായി ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണരെ നിയമിക്കാനുള്ള ബില്ല് കേരള നിയമസഭ
പാസാക്കി അനുമതിക്കായി ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോഴൊരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടാവും. ഞങ്ങൾ നൽകിയതല്ല, സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ ഗവർണർ തന്നെയാണ് പ്രസിഡന്റിൻ്റെ മുമ്പിലേക്ക് ഇതെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സർവകലാശാല ഭേദഗതി നിയമം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പരിഗണനയിലിരിക്കെ കേരള ഗവർണർ മുൻപ് നിയമസഭ നൽകിയ അധികാരം വിനിയോഗിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി സർവകലാശാലയുടെ പ്രതിനിധികളെ നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലക്ക് കത്ത് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നടപടി അങ്ങേയറ്റം പരിഹാസ്യവും അനാവശ്യമായ അധികാര ദുർവിനിയോഗവുമാണ്. കാരണം നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്കയച്ച അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ്.